വെൽക്കം ടു കോഡ്കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് ജാവയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്, ആക്സസ് മോഡിഫയേഴ്സ്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 4 ടൈപ്പ് ഉണ്ട്. അത് പ്രൈവറ്റ്, ഡിഫോൾട്ട്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ കാണാം. ആക്സസ് മോഡിഫയേഴ്സ് ജാവയിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് മോഡിഫയേഴ്സ് ഇൻ ജാവ. ജാവയിൽ എന്തുണ്ട്? 2 ടൈപ്പ് മോഡിഫയേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒന്നാണ് ആക്സസ് മോഡിഫയേഴ്സ്, അതുപോലെ തന്നെ നോൺ ആക്സസ് മോഡിഫയേഴ്സ്. അപ്പൊ എന്താണ് ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്? ദ ആക്സസ് മോഡിഫയേഴ്സ് ഇൻ ജാവ സ്പെസിഫൈസ് the accessibility or scope of a field, method, constructor or class. അപ്പോ എന്തൊക്കെയാ? ക്ലാസ്, അതുപോലെ തന്നെ കൺസ്ട്രക്ടർ, മെത്തേഡ്, ഫീൽഡ്, ഇതിന്റെയൊക്കെ സ്കോപ്പ്, അതായത് ആക്സസിബിലിറ്റി, ഇതിനെ എവിടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഓക്കെ, ആക്സസ് ചെയ്യാൻ പറ്റും, അതുപോലെ അതിനു വേണ്ടി അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആക്സസ് മോഡിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ we can change the access level of a field, constructor, methods and class by applying the access modifiers on it. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്നിന്റെയും ആക്സസ് എവിടേക്കാണെന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കാൻ പറ്റും. പിന്നെ വേറെ കാര്യം, there are many non access modifiers ഉണ്ട്. അപ്പൊ ആ കാര്യം നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണെന്ന് പറയാം. ഇവിടെ സ്റ്റാറ്റിക്, അബ്സ്ട്രാക്ട്, സിങ്ക്രണൈസ്ഡ്, നേറ്റീവ്, വോൾട്ടൈൽ, ട്രാൻസിയന്റ്, അങ്ങനെ ഇതുപോലെ കുറച്ച് നോൺ ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്തില്ല, നമ്മളിപ്പോ നോക്കുന്നില്ല. കവർ ചെയ്യുന്നത് എന്താണ്? ആക്സസ് മോഡിഫയേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് ആക്സസ് മോഡിഫയേഴ്സ് ജാവയിൽ എത്ര ഉണ്ട്? 4 ടൈപ്പ് ഓഫ് ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്ന ഏതാ? ഡിഫോൾട്ട് ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോ കീവേഡ് റിക്വയർഡ്, അതായത് ഒരു കീവേഡും തന്നെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെ എന്തായിട്ട് ഇത് കൺസിഡർ ചെയ്യും? ഡിഫോൾട്ട് ആക്സസ് മോഡിഫയർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഡിഫോൾട്ട് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യും. പിന്നെ വരുന്നതാണ് പ്രൈവറ്റ്, അതുപോലെ പ്രൊട്ടക്റ്റഡ്, പബ്ലിക്, ഇങ്ങനെ 4 എണ്ണാണ് വരുന്നത്. അപ്പൊ അതില് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് പ്രൈവറ്റ് ആണ് വരുന്നത്. പ്രൈവറ്റില് ദ ആക്സസ് ലെവൽ ഓഫ് എ പ്രൈവറ്റ് മോഡിഫയർ ഈസ് ഓൺലി വിത്തിൻ ദ ക്ലാസ്, ഇറ്റ് കനോട്ട് ബി ആക്സസ് ഫ്രം ഔട്ട്സൈഡ് ദ ക്ലാസ്. അപ്പൊ ഇതിനെ പ്രൈവറ്റ് ആക്സസ് മോഡിഫയറിനെ എവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? അതായത് ആ ഒരു സെയിം വിത്തിൻ ദ ക്ലാസ്, ആ ഒരു ക്ലാസ്സിനകത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറത്ത് ഔട്ട്സൈഡ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡിഫോൾട്ട് ആക്സസ് മോഡിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആക്സസ് ലെവൽ ഓഫ് എ ഡിഫോൾട്ട് മോഡിഫയർ ഈസ് ഓൺലി വിത്തിൻ ദ പാക്കേജ്, ആ ഒരു പാക്കേജിനകത്ത് മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇറ്റ് കനോട്ട് ബി ആക്സസ് ഫ്രം ഔട്ട്സൈഡ് ദ പാക്കേജ്, അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തുള്ള പാക്കേജിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റൂല. ഇഫ് യു ഡു നോട്ട് സ്പെസിഫൈ എനി ആക്സസ് ലെവൽ, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഒന്നും ആക്സസ്, ഇതുപോലെ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക് എന്നൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഡിഫോൾട്ട് ആയിട്ട് അതിനെ എടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? പ്രൊട്ടക്റ്റഡ്, മൂന്നാമത്തെ. ദ ആക്സസ് ലെവൽ ഓഫ് എ പ്രൊട്ടക്റ്റഡ് മോഡിഫയർ ഈസ് വിത്തിൻ ദ പാക്കേജ് ആൻഡ് ഔട്ട്സൈഡ് ദ പാക്കേജ് ത്രൂ ദ ചൈൽഡ് ക്ലാസ്. അപ്പോൾ ആ ഒരു സെയിം പാക്കേജിനകത്ത് അതിനെ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഔട്ട്സൈഡ് യൂസ് ചെയ്യാൻ പറ്റും, ഔട്ട്സൈഡ് ഉള്ള പാക്കേജിൽ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ചൈൽഡ് ക്ലാസ്, അതായത് ഒരു സബ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് പ്രൊട്ടക്റ്റഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് യു ഡു നോട്ട് മേക്ക് ദ ചൈൽഡ് ക്ലാസ് ഇറ്റ് കനോട്ട് ബി ആക്സസ് ഫ്രം ഔട്ട്സൈഡ് ദ പാക്കേജ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ ഔട്ട്സൈഡ്, പുറത്തെ പാക്കേജിൽ എന്ത് ചെയ്തിട്ടില്ല? ഇതിന്റെ ഒരു ചൈൽഡ് ക്ലാസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് ഇതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആക്സസ് ചെയ്യാൻ കഴിയില്ല നമുക്ക്. അതുപോലെ തന്നെ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആക്സസ് ലെവൽ ഓഫ് എ പബ്ലിക് മോഡിഫയർ ഈസ് എവറിവെയർ, ഇറ്റ് ക്യാൻ ബി ആക്സസ് ഫ്രം വിത്തിൻ ദ ക്ലാസ്, ഔട്ട്സൈഡ് ദ ക്ലാസ്, വിത്തിൻ ദ പാക്കേജ് ആൻഡ് ഔട്ട്സൈഡ് ദ പാക്കേജ്. അപ്പൊ ഇവിടെയൊക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പബ്ലിക്കിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടേബിൾ ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഡിഫോൾട്ട്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്, ഇങ്ങനെ 4 എണ്ണാണ്. ഈ 4 എണ്ണത്തിന് എവിടേക്ക് ആക്സസ് ഉണ്ടെന്ന് ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ സെയിം ക്ലാസ്സിൽ ആക്സസ് ഉള്ള ആക്സസ് മോഡിഫയേഴ്സ് ഏതൊക്കെയാ? ഡിഫോൾട്ടിനുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്, ഇതിനൊക്കെ സെയിം ക്ലാസ്സിൽ ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ സെയിം പാക്കേജ് സബ് ക്ലാസ്സിൽ ഏതിനൊക്കെയാ വരുന്നത്? ഡിഫോൾട്ടിനുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റിനില്ല, പ്രൊട്ടക്റ്റഡിനുണ്ട്, പബ്ലിക്കിന് ആക്സസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്ന ഏതാ? സെയിം പാക്കേജ് നോൺ സബ് ക്ലാസ്. അപ്പൊ അതിന് എവിടെയാ? ഡിഫോൾട്ടിൽ ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റഡിലും പബ്ലിക്കിലും ആക്സസ് ഉണ്ട്. ഇപ്പോ ഏതിനില്ല? പ്രൈവറ്റിന്. ബാക്കി പ്രൈവറ്റിനെ ശ്രദ്ധിച്ചു നോക്കൂ, സെയിം ക്ലാസ്സിന് മാത്രമേ എന്ത് ആക്സസ് ഉള്ളൂ, നമ്മൾ മുകളിൽ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഡിഫറെന്റ് പാക്കേജ് സബ് ക്ലാസ്സിലും. അപ്പോ അതിൽ ഡിഫോൾട്ടിനില്ല ആക്സസ് ഇല്ല, അതുപോലെ തന്നെ പ്രൈവറ്റിനോ ആക്സസ് ചെയ്യാൻ പറ്റൂല,
പിന്നെ പ്രൊട്ടക്റ്റഡിനെയും അതുപോലെ തന്നെ പബ്ലിക്കിനെയും എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് പാക്കേജിലും അതിന്റെ സബ് ക്ലാസ്സിലും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഡിഫറെന്റ് പാക്കേജ് നോൺ സബ് ക്ലാസ്. അതിൽ ഏതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുക, ഡിഫോൾട്ടിനെ ആക്സസ് ചെയ്യാൻ പറ്റും, ഡിഫോൾട്ടിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ പ്രൈവറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, പ്രൊട്ടക്റ്റഡിനെയും എവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഡിഫറെന്റ് പാക്കേജ് നോൺ സബ് ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ പബ്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയുള്ള ഈ ഒരു ടാബിളും കാര്യങ്ങളും ഇതിന്റെ എന്താ പറയാ, നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് കോഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് കമന്റ് ആയിട്ട് ചെയ്യുക. ബാക്കി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ നോക്കാനുള്ളത്. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ് ചെയ്യാത്തവര് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. See you.